സ്റ്റെഫി എൻ്റെ ഓൺ സ്ക്രീൻ സ്പയറായിട്ട് നിന്നാൽ കൊള്ളാവുന്നുണ്ട്. അതാരും കേട്ടില്ല. തള്ളി മറിഞ്ഞ ഞാൻ വേർത്തു. കോളേജ് കാലം ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോയി പ്രിൻസിപ്പൽ പൊക്കി. അങ്ങനെ സിനിമയുടെ പേര് ഓർമ്മയില്ല, അറിയാമെങ്കിലും ഞാൻ പറയൂല. ഓ ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് us. കുറച്ചും കൂടെ ചോദിക്കുന്നേ. ഹലോ ചാക്കോച്ച, വെൽക്കം ടു മാംഗോ ടോക്ക് ടൈം. ഹലോ. എന്ത് പറയുന്നു, സുഖാണോ? സുഖമാണ്. ഞാൻ ശരിക്കും ഈ ഇൻ്റർവ്യൂവിന് വേണ്ടി വിളിച്ചപ്പം ഞാൻ പറഞ്ഞ പടത്തിൻ്റെ പേര് ദുരൂഹ സാഹചര്യം എന്നാണ്. എന്നെ കോൺടാക്ട് ചെയ്ത ആൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ചാക്കോച്ച, ഞങ്ങളുടെ ടീമിൽ ഏറ്റവും ദുരൂഹതയുള്ള ആളെ കൊണ്ട് ഇൻ്റർവ്യൂ ചെയ്യിക്കാമെന്ന് പറഞ്ഞു. സോ താങ്ക് യു ഫോർ ബീങ് ദ മോസ്റ്റ് മിസ്റ്റീരിയസ് ഗേൾ ഇൻ ദ ടീം. താങ്ക് യു. ഓക്കെ, സോ നമ്മൾ ദുരൂഹ സാഹചര്യത്തിൽ നിന്ന് തൊലിക്കെട്ടി കിട്ടി നമ്മളൊരു പോസ്റ്റിൽ റീസെന്റ് പോസ്റ്റ് നമ്മൾ കണ്ടു. അപ്പൊ നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഐസിൽ നിന്നാണ് നമുക്ക് ഐസ് ബ്രേക്ക് ചെയ്യാം. അതെ, എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? ഒക്കെ പറയൂ. ട്രിപ്പ് അടിപൊളിയായിരുന്നു. ഒരു ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് അവരുടെ കൂടെയുള്ളൊരു യാത്രയും കാര്യങ്ങളൊക്കെയാണ്. ചില യാത്രകൾ വളരെ ഇംപ്രോംപ്റ്റു ആണ്, ചിലത് ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യേണ്ടി വരും. ഇത് രണ്ടും കൂടെ ഉള്ളതായിരുന്നു. എന്താണ് ഈ ദുരൂഹ സാഹചര്യം? പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കുറച്ച് മിസ്റ്ററിയും ക്യൂരിയോസിറ്റിയും ജനിപ്പിക്കുന്ന കുറേയധികം കഥാപാത്രങ്ങളും കഥാസാഹചര്യങ്ങളുമുള്ള ഒരു സിനിമയാണ്. സാധാരണ നമ്മൾ മലയാളികൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഒരു ദുരൂഹ സാഹചര്യം. നമ്മൾ പത്രങ്ങൾ വായിക്കാറുണ്ട്, അല്ലെങ്കിൽ പറയാറുണ്ട്, എല്ലാമാണ് ഒരു കോമൺ വേർഡാണ്, യൂസേജാണ്. പക്ഷെ അതെല്ലാം നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കോണ്ടെക്സ്റ്റിലാണ് മിക്കവാറും ഉപയോഗിക്കുക. ഇതിൽ ദുരൂഹത എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ, ദുരൂഹ സാഹചര്യം എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ ഗൗരവമേറിയ ഒരു വിഷയം തന്നെയാണ്. പക്ഷേ അത് നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള രതീഷ് പൊതുവാൾ സിനിമകളിലുള്ള ഒരു ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് ഫീച്ചറായ സറ്റയറും ഹ്യൂമറും എല്ലാം ഇതിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് വേറൊരു ആഡഡ് അട്രാക്ഷൻ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ദുരൂഹ സാഹചര്യം എന്നുള്ളൊരു വാക്ക് അത് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കും, ഒരു ആക്ഷേപഹാസ്യത്തിൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ ഹാസ്യത്തിൻ്റെ രൂപത്തിൽ, ഇമോഷൻസിൻ്റെ രൂപത്തിൽ, ഒരു മുമ്പ് കണ്ടിട്ടില്ലാത്ത രീതിയിൽ, അതായത് പൊതുവാളിൻ്റെ സിനിമകൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ആക്ഷൻ സീക്വൻസുകളുടെ രൂപത്തിൽ, അങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് എന്നുള്ള രീതിയിൽ നമ്മളിത് പ്രസൻറ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമം നടന്നിട്ടുണ്ട്. എന്നാൽ താൻ കേസോട് എന്ന് പറയുന്ന മൂവിയില് കോടതി വളരെ റിയലിസ്റ്റിക് ആയിട്ടും അറ്റ് ദ സെയിം ടൈം വളരെ രസകരമായിട്ടും നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പം ഗവൺമെന്റ് ഹെൽത്ത് സെന്ററിന്റെ എന്തെങ്കിലും റിയലിസ്റ്റിക് ആയിട്ടുള്ള വേർഷൻ നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൂവി ലൊക്കേഷനിലെ ഒരു സീൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഷൂട്ട് ചെയ്തൊരു ഡേ. തീർച്ചയായിട്ടും നമ്മൾ രതീഷ് പൊതുവാൾ സിനിമകളിൽ നമ്മൾ നമ്മുടെ നാട്ടിൻപുറത്തുള്ള അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ള കഥാപാത്രങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, കഥാസാഹചര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. പക്ഷെ അത് അവതരിപ്പിക്കുന്ന രീതിയിൽ ചെറിയൊരു ഒരു ക്യൂക്ക്നെസ് ഉണ്ട്, പുള്ളിയുടെ ഒരു ചെറിയൊരു മാഡ്നസ് അതിലുണ്ട്, ഒരു ക്രിയേറ്റീവ് മാഡ്നസ് ഉണ്ട്. അത് ഭയങ്കര രസകരമായിട്ടാണ് പുള്ളി അവതരിപ്പിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ആക്ഷേപഹാസ്യത്തിൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ തമാശയുടെ മേമ്പൊടിയോടുകൂടിയാണ് പറയുന്നത്. രണ്ടാം കാഴ്ചയിൽ അല്ലെങ്കിൽ രണ്ടാമത് നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ അതിൻ്റെ അണ്ടർലൈങ് ആയിട്ടുള്ള ഒരുപാട് ഗൗരവമേറിയ കാര്യങ്ങൾ അതിൽ നമുക്ക് ഡീകോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ സിനിമയിലുടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇതിൽ സേതു എന്ന കഥാപാത്രം, ഞാൻ എന്ന കഥാപാത്രം സമൂഹത്തിലെ ഒരു സ്ട്രാറ്റയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണെന്ന് പറയാം. ഒരു ഹെൽത്ത് സെൻ്ററിലെ ഓഫീസ് വർക്കാണ് ചെയ്യേണ്ടത്. പക്ഷേ പുള്ളിയെ കൊണ്ട് ചെയ്യിക്കാത്ത ജോലികളൊന്നുമില്ല, എല്ലാം ചെയ്യും. രോഗിയെ ശുശ്രൂഷിക്കാൻ അറിയാത്തതുണ്ടെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് മാത്രം ആ ജോലി ഏൽപ്പിക്കുന്നില്ല, ബാക്കിയെല്ലാം പുള്ളി ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട്. വീട്ടിലാണെങ്കിലും പുള്ളിയെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. പുള്ളിയുടെ ചേട്ടൻ ബെഡ് റിഡനാണ്, അദ്ദേഹത്തിൻ്റെ ഒരു വൈഫ് ഉണ്ട്, മാറി താമസിക്കുകയാണ്. അവരെല്ലാം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. കൂട്ടുകാരാണെങ്കിലും ഇവരെല്ലാവരും മുതലെടുക്കുന്നുണ്ട്. അപ്പോൾ സമൂഹത്തിൽ പ്രതികരിക്കാനാവാത്ത ഒരു പറ്റം ആൾക്കാരുടെ ഒരു പ്രതിനിധി എന്നുള്ള രീതിയിൽ സേതുവിനെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ കാണാനായിട്ട് സാധിക്കും. അയാളുടെ ജീവിതത്തിൽ ഒന്ന് രണ്ട് ആൾക്കാർ കടന്നു വരുമ്പോൾ, പ്രത്യേകിച്ച് ഒരു രാജേന്ദ്ര പ്രസാദ് എന്ന ക്യാരക്ടർ, സജിൻ ചെയ്യുന്ന കഥാപാത്രം കയറി വരുമ്പോൾ പിന്നീടുണ്ടാകുന്ന മാറ്റങ്ങൾ, അത് തുടക്കത്തിൽ കുറച്ച് രസകരമായിട്ടും പിന്നീട് കുറച്ച് ഇമോഷണൽ രീതിയിലും പിന്നെ കുറച്ചൊരു ആക്ഷൻ മൂഡിലേക്കൊക്കെ പോകുന്ന കഥാപാത്രവും കഥാസാഹചര്യവും സിനിമയുമാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. ശരിക്കും ഇതിൽ 4 സംവിധായകർ അഭിനയിച്ചിട്ടുണ്ട്. ഒന്ന് രതീഷ് പൊതുവാൾ തന്നെ അഭിനയിച്ചിട്ടുണ്ട്, ഒരു ചെറിയൊരു ഇതിൽ. പിന്നെ ദിലീഷ് ത്രൂ ഔട്ട് റോളാണ്. ചിദംബരം ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ വരുന്നു. പുള്ളിയും വളരെ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ രാജേഷ് മാധവനും ഒരു ഡയറക്ടറാണ്, പെണ്ണും പൊറോട്ടും ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ പുള്ളിയും ഈ സിനിമയിലൊരു ക്യാമിയോ റോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും 4 സംവിധായകരാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഇപ്പോൾ ചിദംബരം പ്രത്യേകിച്ചും വരുമ്പോൾ ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിലേക്ക് വരുന്നതിൻ്റെ ഒരു ചെറിയ ഭയമൊക്കെ ഉണ്ടായിരുന്നു. കാരണം
ചിദംബരത്തിനെ ആ കഥാപാത്രം ചെയ്യാനായിട്ട് വിളിക്കുമ്പോൾ, അർമിയാസ് എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്, ആ ക്യാരക്ടർ ചെയ്യാനായിട്ട് വിളിക്കുമ്പോൾ ഇത് ഇത്രയും ഡെപ്തുള്ള ത്രൂ ഔട്ടുള്ളൊരു കഥാപാത്രമാണെന്ന് ചിതുവിന് അറിയത്തില്ലായിരുന്നു. ചിലപ്പോൾ അത് അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ പുള്ളി വേണ്ടെന്ന് പറഞ്ഞേനെ. പക്ഷേ ചിതു വിചാരിച്ച ചെറിയൊരു റോളായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. പക്ഷെ പിന്നീട് ഹി വാസ് ഇൻ. വളരെ എന്താ പറയുക, വളരെ രസകരമായിട്ടും വളരെ ഇൻറ്റൻസ് ആയിട്ടും ചെയ്തിട്ടുണ്ട്. പിന്നെ ദിലീഷ് പോത്തിനെ നമ്മൾ മുൻപും പല സിനിമകളിലും കഥാപാത്രങ്ങളായിട്ട് കണ്ടിട്ടുണ്ട്. വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇതിലും എൻ്റെ കഥാപാത്രമായ സേതുവിൻ്റെ ചേട്ടൻ മധുവിൻ്റെ കഥാപാത്രമാണ് ചെയ്യുന്നത്. പുള്ളി ബെഡ് റിഡൻ ആണ്, അരയ്ക്ക് കീഴ്പോട്ട് പാരലൈസ്ഡ് ആണ്, കണ്ണിനൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുവരെ കാണാത്തൊരു രൂപത്തിലും ഭാവത്തിലും ഒക്കെയാണ് ദിലീഷിന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഭയങ്കര രസകരമായിട്ടുള്ള മൊമെൻറ്റ്സും സിറ്റുവേഷൻസും ഇൻറ്റൻസ് ആയിട്ടുള്ള മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇവരെല്ലാവരും ഡയറക്ടേഴ്സ് എന്നതിനേക്കാൾ ഉപരി കഥാപാത്രങ്ങളായിട്ടാണ് ക്യാമറയുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. ചിദംബരമാണോ മൂവിയിലെ വില്ലൻ? ചെറിയൊരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്, ആണോ? ചിദംബരം ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്, പക്ഷേ ഒരുപാട് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് വേറെയും ഉണ്ട്. അതാണ് കാരണം ഇതിൽ കംപ്ലീറ്റ് ഒരാളുടെ ഒരു ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ എന്നതിന് അപ്പുറം പല ഷെയ്ഡ്സ് ഓഫ് ക്യാരക്ടറൈസേഷൻസ് എല്ലാ കഥാപാത്രങ്ങളും കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇതിൽ നിങ്ങൾ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ തമാശ പറയുന്ന ആളായിരിക്കാം ഇതിൽ ഏറ്റവും കൂടുതൽ വില്ലത്തരം കാണിച്ചിട്ടുണ്ടാവുക. ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്തിട്ടുള്ള ആളായിരിക്കാം പിന്നീട് ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധ്യതയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് മുഹൂർത്തങ്ങളും സീക്വൻസുകളും ഈ സിനിമയിലുണ്ട്. അപ്പോൾ ആരാണ് വില്ലൻ ആരാണ് നായകൻ എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ അറിയാം. ട്രെയിലറിൽ ഒരു സീൻ ഉണ്ടല്ലോ, ചാക്കോച്ചൻ ഡെഡ് ബോഡി അടിക്കുന്ന ഒരു സീൻ, കിളി പോയി. അങ്ങനെ ഒരു പാവപ്പെട്ട ആൾ ചെയ്യുമോ? പിന്നെ ഇയാൾ സേതു ചെയ്തല്ലോ, അപ്പോൾ സേതുവാണ് വില്ലൻ? സാധ്യത ഇല്ലാതില്ല അല്ലേ? ഒരു പർട്ടിക്കുലർ സീൻ കിട്ടും, എങ്ങനെയാണത് ആർട്ടിക്കുലേറ്റ് ചെയ്യാറ് ജനറലി? ഇത് ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരാളൊരു ഡെഡ് ബോഡി കെട്ടടിക്കുന്നതാണ് ഇങ്ങനെ. പക്ഷെ അതിൻ്റെ പുറകിൽ ഒരുപാട് റീസൺസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. എന്തിനും അയാൾ അങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ സേതു എന്ന് പറയുന്ന ഒരു പാവത്താൻ എന്തുകൊണ്ട് അങ്ങനെ ഒരാളോട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഡെഡ് ബോഡിയോട് ചെയ്യുന്നു എന്നുള്ളതിന് ജെന്യുവനായിട്ടുള്ള ചില റീസൺസ് കാണുമായിരിക്കും. അതെന്താണെന്നുള്ളത് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ടുള്ള പുള്ളിയുടെ എക്സ്പ്രഷൻസും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ പോലും വേറൊരു രീതിയിലാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. അല്ല, അത് വിക്കറ്റ്നെസ് ആണോ അല്ലെങ്കിൽ സന്തോഷമാണോ ആശ്വാസമാണോ എന്താണ് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. നമുക്ക് ഇനി ഒരു ഗെയിം കളിക്കാം. ഇറ്റ്സ് കോൾഡ് ദ സസ് എസ്കേപ്പ്. സോ ഞാനൊരു പെർട്ടിക്കുലർ സാഹചര്യം പറയുന്നു, അതിൽ നിന്ന് എങ്ങനെ എസ്കേപ്പ് ആയി എന്ന് പറയുക. ഹൈപ്പോതെറ്റിക്കൽ ആണ് എല്ലാം. പുഷ് എന്ന് എഴുതിയ ഡോറിൽ പോയി പുള്ള് ചെയ്തു, ആൾക്കാർ നോക്കുകയാണ് എങ്ങനെ ഊരിപ്പോരും. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞാൻ തള്ളിയും വലിച്ചു നോക്കി, ഇത് ശരിക്കും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകും. ഓക്കെ. മോന്റെ ക്ലാസ് ടീച്ചറിന് താങ്ക് യു എന്ന് മെസ്സേജ് അയക്കുന്നതിന് പകരം മിസ് യു എന്ന് മെസ്സേജ് അയച്ചു. അതിൽ നിന്ന് എങ്ങനെ ഒഴിവാകും? എന്തിനാ ഒഴിവാകുന്നു? മോന്റെ ക്ലാസ് ടീച്ചറിന് പ്രീചിക്കല്ലേ? അതെ, എന്തിനാ ഒഴിവാകുന്നു? അയ്യോ, അവർ മേ ബി മോന്റെ മാർക്ക് എന്തെങ്കിലും ആയിരിക്കാം വന്നത്. അപ്പൊ മിസ് യു എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിലോ എന്താ പ്രശ്നം? കുഴപ്പമൊന്നുമില്ലേ? എനിക്കറിയില്ല എന്താ കുഴപ്പം. താങ്ക് യു മിസ് യു എന്ന് അയച്ച പ്രശ്നമില്ല. ടൈപ്പ് എറർ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് താങ്ക് യു എന്ന് പറയും. താങ്ക് യു. ഓക്കെ. കോളേജ് കാലം ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോയി പ്രിൻസിപ്പൽ പൊക്കി. അങ്ങനെ നടന്ന ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ? ലാസ്റ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം സംഭവിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പൽ പൊക്കിയിട്ടില്ല. ഇല്ല. ഓ, അപ്പൊ സിനിമയ്ക്കൊക്കെ പോയിട്ടുണ്ടല്ലേ? പിന്നെ ആദ്യമായിട്ട് ക്ലാസ് കട്ട് ചെയ്ത് പോയ സിനിമ ഓർമ്മയുണ്ട്? സിനിമയുടെ പേര് ഓർമ്മയില്ല, അറിയാമെങ്കിലും ഞാൻ പറയൂല. ഓ, ഓക്കെ. ഫോണില് ഒരു ഫേക്ക് കോൺവെർസേഷൻ പ്രിറ്റൻഡ് ചെയ്ത് നടക്കാണ്, ഭയങ്കര തിരക്ക് പിടിച്ച്. അപ്പൊ ഫോൺ അടിച്ചു, എന്ത് ചെയ്യും? അതിലും വലിയ കോമഡി എൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ കാറിൽ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചു. ഏണിയാ, ചുമ്മാ കുറേ സമയം കളയും, ഞാൻ എന്നാലും എടുത്തിട്ട് അപ്പം കൂട്ടുകാരൻ ചോദിച്ചു, എടാ ചാക്കോച്ച എവിടെ പോണു, എവിടെയാണ്? ഞാൻ പറഞ്ഞു, എടാ ഞാൻ ഒരു മീറ്റിങ്ങിലാടാ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ തിരിച്ച് അവനോട് ചോദിച്ചു, നീ എവിടെയാ? ഞാൻ ആ മീറ്റിങ്ങിൻ്റെ പുറകെ ഉണ്ട് എന്ന് പറഞ്ഞു. ഡു നോട്ട് എൻ്റർ എന്ന് എഴുതി വെച്ച ഡോറിൻ്റെ അകത്തേക്ക് കയറി പുറത്തേക്ക് ഇറങ്ങി വന്നപ്പം ആൾക്കാർ കണ്ടു. ആ സാഹചര്യത്തിൽ ഡു നോട്ട് എൻ്റർ പോട്ടെ, ലേഡീസ് ടോയ്ലറ്റിൽ അറിയാതെ കയറിയിട്ട് ഇറങ്ങി വരുന്നത് എൻ്റെ മോൻ കണ്ടു. അതിൻ്റെ അപ്പുറമൊന്നും ഇല്ലല്ലോ. അതായത് എന്ത് സംഭവം വെച്ചാൽ ഇപ്പം ഈ ലേഡീസ് ആൻഡ് ജെൻസിൻ്റെ എഴുതി വെക്കാറില്ലല്ലോ, ഓരോ പിക്ചേഴ്സും കാരിക്കേച്ചേഴ്സും ആണല്ലോ. ഇതിൽ ആരാണെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ
ഭാഗ്യത്തിന് ആരും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ അതിനകത്താ മോനൻ അതിൻ്റെ അകത്തും പുറത്താണെങ്കിലും വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും പ്രശ്നമാണ്. ഇത് ഭാഗ്യത്തിന് എൻ്റെ മോനെ കണ്ടുള്ളൂ, അവനൊന്നും ചേച്ചി മനസ്സിലായില്ല. ഉണ്ടായിരുന്നോ? ഇല്ല, പോയി പറഞ്ഞു പറയുമായിരിക്കും അല്ലേ? മുംബൈ അമ്മ പാപ്പ ഇല്ല, അത് കുഴപ്പമൊന്നുമില്ല. ഇല്ല. ഓക്കെ. ഒരു ആവേശത്തിന് പേട്രിയറ്റിന്റെ വലിയൊരു സ്പോയിലർ പറഞ്ഞു. എന്ത് ചെയ്യുമെന്നോ? അറിയാത്തവർക്ക് ഒന്നും ചെയ്യാനില്ല. കാരണം ആ സ്പോയിലർ ഞാൻ പറഞ്ഞാലും അത് കണ്ടറിയേണ്ട, അനുഭവിക്കേണ്ട, എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. അപ്പോൾ ഞാൻ എത്ര പറഞ്ഞാലും, എത്ര ഓവറാക്കി പറഞ്ഞാലും യു ഷുഡ് ഡെഫിനറ്റ്ലി ഗോ ആൻഡ് വാച്ച് ഇൻ ദ തിയേറ്റേഴ്സ്. അപ്പോൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് സ്പോയിലറേ അല്ല എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇറ്റ്സ് ദാറ്റ് മച്ച് ഓഫ് എ ബിഗ് മൂവി. ഗുഡ് വൺ. ഒരു പാർട്ടിയിൽ വെച്ച് നമ്മളൊരു ഫ്രണ്ടിനെ കണ്ടു. ആൻഡ് നിങ്ങൾ സംസാരിക്കുന്നുണ്ട്, ഫണ്ണടിക്കുന്നുണ്ട്, പക്ഷെ പേരറിയില്ല. അപ്പൊ എന്ത് ചെയ്യും? എന്റെ പേരെന്താ? പേരറിയില്ല, എന്ത് ചെയ്യും? ചാക്കോച്ച, can you remember my name? What is my name? What is your name? ഇതാണ് സാഹചര്യം. അപ്പൊ എന്ത് ചെയ്യും? ശീതൾ. എന്റെ അല്ല, ജ്യോതി. എസ് വരെ കറക്റ്റ്. സ്റ്റെഫി. സോ നമ്മുടെ ഇപ്പം ജനറലി ഉള്ളൊരു ടോക്കാണ് ചാക്കോച്ചന്റെ പഴയ ചാക്കോച്ചൻ ഇപ്പോഴത്തെ സിനിമയിൽ കാണുന്നില്ല എന്നുള്ളത്. അതൊരു കോംപ്ലിമെന്റ് ആയിട്ട് എടുക്കുന്നതെന്ന് ഞാൻ പറയുകയാണെങ്കിൽ എഗ്രി ചെയ്യും? ഉറപ്പായിട്ട് 110%. വൈ? ബിക്കോസ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇറ്റ് വാസ് എ ലോങ് പ്രോസസ്. അത് കുറേ വർഷങ്ങളുടെ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ഐ ഷുഡ് ഡെഫിനറ്റ്ലി എൻജോയ് ദാറ്റ്. അത് ആസ്വദിക്കുന്നു. അത് ഇനിയും വർഷങ്ങൾക്ക് മുമ്പുള്ള ചാക്കോച്ചനല്ല, മുമ്പുണ്ടായിരുന്ന ചാക്കോച്ചനല്ല, അല്ലെങ്കിൽ ഇന്ന് കണ്ട ചാക്കോച്ചനല്ല നാളത്തെ ഒരു സിനിമയിൽ കാണുന്നത് എന്ന് ആൾക്കാർ പറയുന്ന രീതിയിലുള്ള എഫേർട്ടുകൾ നമ്മളിപ്പോഴും ചെയ്യുന്നുണ്ട്. സോ ഐ റിയലി എൻജോയ് ഇറ്റ്. വുഡ് യു ലൈക്ക് ടു ഗോ ബാക്ക് ടു യുവർ ചോക്ലേറ്റ് പയറ? നോട്ട് അറ്റ് ഓൾ. ബിക്കോസ് ഐ എൻജോയ്ഡ് ഇറ്റ്. ഒരു റൊമാൻറ്റിക് മൂവി എന്തെങ്കിലും? റൊമാൻറ്റിക് മൂവി അത് ഏത് കാലഘട്ടത്തിലും ഏത് പ്രായത്തിലും നമുക്ക് അനുയോജ്യമായിട്ടുള്ള റൊമാൻസ് ചെയ്യാനായിട്ട് പറ്റും. അത് എല്ലാവരിലും ഒരു പ്രണയം എപ്പോഴും ഉണ്ടാവണം. അത് എന്തിനോടാണെങ്കിലും, കലയോടാണെങ്കിലും, ഭാര്യയോടാണെങ്കിലും, കാമുകിയോടാണെങ്കിലും, കുട്ടികളോടാണെങ്കിലും, അച്ഛനമ്മമാരോടാണെങ്കിലും. ഇറ്റ്സ് എ വൈഡ്, എന്താ പറയുക, ഒരു ഫോമാറ്റ് അല്ലെങ്കിൽ ഒരു വേർഡാണ്. സോ റൊമാൻസ് ഈസ് ഇൻ എവറിത്തിങ്. സോ ഇറ്റ് ഡസൻറ്റ് ഹാവ് ഏജ്. സോ നാച്ചുറലി യു ക്യാൻ. യു ലൈക്ക് ടു ട്രാവൽ a lot, അല്ലേ? യെസ്. സോ വാട്ട് ഈസ് യുവർ, അതായത് ഒരു പർട്ടിക്കുലർ സ്ഥലം ചൂസ് ചെയ്യുമ്പോൾ വാട്ട് ഇൻട്രസ്റ്റ് യു a lot? ഇത് രണ്ട് രീതികളിലാണ്. ഒന്ന്, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്ഥലം, അങ്ങോട്ട് നമ്മൾ പോകാനായിട്ട് ആഗ്രഹിക്കാറുണ്ട്, കാണാൻ ഇഷ്ടമുള്ള സ്ഥലം. അതല്ല, പുതിയതായിട്ട് എന്തെങ്കിലും ഉള്ളൊരു സ്ഥലം. ദാറ്റ്സ് അനദർ ലൈക്ക് നമ്മൾ അട്രാക്ട് ചെയ്യുന്നൊരു ഫാക്ടറാണ്. അവിടെ എന്താണ് പുതിയതായിട്ടുള്ളത്, എന്താണ് ഇതുവരെ കാണാത്തൊരു കാര്യം എന്താണുള്ളത്, അങ്ങനത്തെ ഒരു പ്ലേസ്, ഒരു സ്ഥലത്തോട്ട് പോകാനായിട്ട് ഓഫ് കോഴ്സ് നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും. അതല്ല, നമുക്ക് വീണ്ടും വീണ്ടും പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളും അങ്ങനെയുണ്ട്. സോ ഐ എം ഓപ്പൺ ബോത്ത് വേസ്. സോ മഞ്ജു ചേച്ചി, is she a good travel buddy or a good co-star? ബോത്ത്. അതിൽ യാതൊരു സംശയമില്ല. കാരണം തിരിച്ചുവരവിൽ മഞ്ജുവിൻ്റെ ഒരു കംബാക്ക് മൂവിയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേട്ട എന്നുള്ള സിനിമ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു ത്രൂ ഔട്ട് ഫിലിം ഇപ്പോൾ വരാൻ പോകുന്നുള്ളൂ. പക്ഷേ ഇൻ ബിറ്റ്വീൻ ആ ഒരു ഇടക്കാലത്ത് ഓരോ ഇവൻറ്റ്സിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. വി ഹാവ് എ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഹു ട്രാവൽ ആൻഡ് ലൈക്ക് ഷെയർ ടൈം ടുഗദർ, ഹാവ് ഫൺ ടുഗദർ. സോ വിതൗട്ട് എനി, എന്താ പറയുക, ഒരു നോ ഹാസിൽസ്, നോ ബ്ലോക്സ്, ബാരിയേഴ്സ്, നത്തിങ്. അതൊരു ഭയങ്കര സൂതിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് ഫിലിം ഫീൽഡിൽ നമുക്കറിയാം, ചിലപ്പം ഫിലിം ഫീൽഡിൽ നിന്നല്ല ഏതൊരു ഫീൽഡിലാണെങ്കിലും നമുക്ക് ചിലപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു എക്സ്പ്ലോയിറ്റേഷൻ ഫാക്ടർ അവിടെ ഉണ്ടാവും. ഇവിടെ അതില്ല. അങ്ങനെ ഇല്ലാത്തൊരു ഫ്രണ്ട്ഷിപ്പ്, ഒരു ഗ്രൂപ്പ് ഓഫ് ഗാങ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടെന്നുള്ളൊരു വലിയൊരു കാര്യമാണ്. ആൻഡ് മഞ്ജു ഈസ് വൺ ഓഫ് them. Who is your real life romantic couple inspiration? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? What is the biggest gesture in real life as a partner that you can provide? മമ്മൂക്ക. അവരുടെ ഒരു കെമിസ്ട്രി ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലും ഒരു ജെസ്റ്റർ ദാറ്റ് യു ഫീൽ ലൈക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഒരു റിലേഷൻഷിപ്പിൽ എന്ന് തോന്നണ എന്തെങ്കിലും? ആഫ്റ്റർ പോയിന്റ് ഓഫ് ടൈം ജസ്റ്റേഴ്സ് ഡസന്റ് മാറ്റർ അറ്റ് ഓൾ. പക്ഷെ എന്നാൽ പോലും നമ്മൾ ചിലപ്പോൾ അത് വി പുട്ട് ഇൻ ദാറ്റ് എഫേർട്ട് ടു ഡു സംതിങ് ടു മേക്ക് ദം ഫീൽ സ്പെഷ്യൽ, മേക്ക് ദം ഫീൽ എക്സ്ട്രാ സ്പെഷ്യൽ. അത് ജെൻസി അല്ല ആർക്കാണെങ്കിലും അത് ചിലപ്പോൾ പൂക്കിയായിട്ട് തോന്നുന്നതായിരിക്കും, ക്രിഞ്ചായിട്ട് തോന്നുന്നതായിരിക്കും. ബട്ട് ഇറ്റ് ഹാസ് that connect is there, that ഒരു attachment factor is there, that humane aspect is there. അത് എക്കാലത്തും ഉണ്ടാവും. അത് അന്ന് ഇന്നും എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. മെയില് ഒരു വലിയ പെരുന്നാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു, obviously Patriot. You have anything to share about the coming movie?
അത് കണ്ടറിയേണ്ട ഒരു സിനിമയാണ്. ആഫ്റ്റർ ലോങ് ടൈം മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റുന്നു. ഹരികൃഷ്ണൻസ് എന്ന സിനിമയ്ക്ക് ശേഷം അവരോടൊപ്പം ആ സിനിമയിൽ കുറച്ച് സീക്വൻസുകൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഈ മൂവിയിൽ വി ഹാഡ് എ ലോങ് ജേർണി ടുഗെദർ. ദാറ്റ് വാസ് സംതിങ് വിച്ച് ആസ് എ ഫാൻ ബോയിങ് മൊമെന്റ് ആയിരുന്നു എനിക്ക് എപ്പോഴും. ഒരുമിച്ചൊന്ന് കാണാൻ പറ്റും? ചാക്കോച്ചൻ, ഫാഫ, മമ്മൂക്ക, ലാലേട്ടൻ എല്ലാവരും ഒറ്റയടിക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന സീൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെയില്ല. എനിക്കത് ഷാനുവിന് ലാലേട്ടനുമായിട്ടുള്ള കോംബോ ഇല്ല. ഇല്ല ഇല്ല ഇല്ല. പക്ഷെ നിങ്ങൾ മൂന്നുപേരും കാണാൻ പറ്റും. ഞങ്ങൾ മൂന്നുപേരും ഉണ്ട്. അതെ, യെസ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് us. കുറച്ചും കൂടെ ചോദിക്കുന്നേ. ഒന്നും കൂടെ ഇല്ലായിരുന്നു, അതാണ് എനിക്ക് തോന്നി. ചാക്കോച്ചന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഓൺ സ്ക്രീൻ റൊമാൻറ്റിക് പെയർ ആരായിരിക്കും? എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ കണ്ടത് അതിമനോഹരം, കാണാത്തത് അതിനേക്കാൾ മനോഹരം എന്ന് പറയുന്ന പോലെ സ്റ്റെഫി എൻ്റെ ഓൺ സ്ക്രീൻ പെയറായിട്ട് വന്നാൽ കൊള്ളാവുന്നുണ്ട്. അതാരും കേട്ടില്ല. തള്ളി മറിഞ്ഞ് ഞാൻ വേർത്തു. താങ്ക് യു സോ മച്ച്. ദാറ്റ്സ് ബിഗ്ഗസ്റ്റ് കോംപ്ലിമെന്റ് ഐ കുഡ് ഗെറ്റ്. താങ്ക് യു. വെൽക്കം. ഓക്കെ.